നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശീയപാതയിലെ മണ്ണുത്തി മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ചാക്കാട്ടിക്കുന്നിലെ കിണറുകളിലെ വെള്ളത്തിൽ ഉപ്പിന്റെ സാന്നിധ്യം. കണക്കൻ കടവിൽ നിന്ന് പമ്പ് ചെയ്ത വെള്ളത്തിലാണ് ഉപ്പിന്റെ അംശം. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. ആർത്തറ്റ് സ്വദേശി അദീപിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുടിക്കോട് കാർ യാത്രക്കാരിൽ നിന്ന് 588 ഗ്രാം MDMA പിടികൂടി. കുന്നംകുളം സ്വദേശികളായ റവിൻസ്, അക്ഷയ്, സജു എന്നിവർ അറസ്റ്റിൽ. പ്രതികൾ മയക്കുമരുന്നെത്തിച്ചത് ബാംഗ്ലൂരുവിൽ നിന്ന്. വിശദാംശങ്ങളിലേക്ക്. മണ്ണുത്തി ദേശീയപാത മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. മുല്ലക്കരയിൽ പ്രവർത്തിക്കുന്ന AC റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. മണ്ണുത്തി സ്വദേശി പോൾസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. കനത്ത പുകയും സ്ഥാപനത്തിലുണ്ടായിരുന്ന സാധനങ്ങൾ പൊട്ടിത്തെറിച്ചതും പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. കനത്ത പുക ഉയരുന്നതുമൂലം ദേശീയപാതയിൽ വാഹന ഗതാഗതം അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം തീപിടിച്ച ആക്രിക്കടയുടെ 20 മീറ്റർ അകലെയാണ് ഈ സ്ഥാപനം. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ക്യാന്റീനിൽ തീപിടുത്തം. അടച്ചിട്ടിരുന്ന ക്യാന്റീന്റെ മുകൾ ഭാഗത്തു നിന്ന് തീ പടർന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 1.5 വർഷം മുൻപാണ് ക്യാന്റീൻ നവീകരണം നടത്തി പ്രവർത്തനം ആരംഭിച്ചത്. मारना से തീപിടുത്തമുണ്ടായ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ മന്ത്രി R. ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാഗികമായി കത്തിനശിച്ച ക്യാന്റീൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആഴ്ചകൾ വേണമെന്നിരിക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്തുന്നതിനായി ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിന് സമീപം താൽക്കാലിക ക്യാന്റീൻ ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ക്യാന്റീൻ അപ്രതീക്ഷിതമായിട്ട് അഗ്നിബാധയ്ക്ക് ഇരയായി. അതിൻ്റെ മുകൾ തട്ടിലാണ് അഗ്നിബാധ ഉണ്ടായത്. താഴെ ഭാഗത്ത് വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇത് നന്നാക്കി എടുക്കുന്നതിന് ഇനി കുറച്ച് 2-3 ആഴ്ച പിടിക്കും. എന്തായാലും ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ മറ്റൊരിടത്ത് ക്യാന്റീൻ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കും. കാരണം ഇവിടെ രോഗികളായിട്ട് വരുന്നവർക്ക്, ഇവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ട് വരുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കഴിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ബദൽ സംവിധാനം ലഭ്യമായ ഇടത്ത് ഒരുക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതുണ്ടാവും. വളരെ നിർഭാഗ്യകരമായിപ്പോയി. ചാലക്കുടി പുഴയിലെ കണക്കൻ കടവിൽ നിന്നുള്ള വെള്ളം ജലസേചന പദ്ധതിയിലൂടെ പമ്പ് ചെയ്ത് ചാക്കാട്ടിക്കുന്നിലെ കിണറുകളിൽ ഉപ്പുവെള്ളമെന്ന് പരാതി. കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പ്രദേശമായ ചാക്കാട്ടിക്കുന്നിലെ 100ഓളം കുടുംബങ്ങളിലെ കിണറുകളിലാണ് ഉപ്പുവെള്ളം കലർന്നത്. ഉയർന്ന പ്രദേശമായ ചാക്കാട്ടിക്കുന്നിൽ ആദ്യമായാണ് കിണറുകളിൽ ഉപ്പിന്റെ സാന്നിധ്യമുണ്ടാകുന്നത്. ജലസേചന പദ്ധതിയുടെ കനാൽ, ജലാശയം എന്നിവയുടെ സമീപത്തുള്ള കിണറുകളിലാണ് 1.5 മാസമായി ഉപ്പിന്റെ സാന്നിധ്യമുണ്ടായിട്ടുള്ളതെന്ന് ചാക്കാട്ടിക്കുന്ന് സ്വദേശി MR ഗോപൻ പറഞ്ഞു. ഇതുവരെ അങ്ങനെ ഉപ്പിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഉയരമുള്ള കുന്നം പ്രദേശമാണ്. ഞങ്ങളുടെ കിണർ തന്നെ ഒരു 22 കോൽ താഴ്ചയുണ്ട്. പക്ഷേ കണക്കൻകടവിൽ ബണ്ട് കെട്ടുന്നുണ്ട്. ആ ബണ്ട് കെട്ടാൻ വയ്യേൻ്റെ പേരിൽ ആ സമയത്ത് ഉപ്പുവെള്ളം പുഴയിലേക്ക് കയറി. ആ പുഴയിൽ നിന്ന് ഞങ്ങളുടെ പറമ്പൊക്കെ നനയ്ക്കാൻ വെള്ളം കിട്ടുന്നത് ട്രൈഗ്രാം ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞ സ്കീമിൽ നിന്നാണ്. അപ്പോൾ ആ പാടത്തേക്ക്, ആ പമ്പ് ചെയ്യുന്ന തോട്ടിലേക്കൊക്കെ ഉപ്പുവെള്ളം കയറിയിട്ട് അത് പമ്പ് ചെയ്ത് വന്നപ്പോൾ പറമ്പുകളിലും കിണറുകളിലും ചിലരുടെ ജാതി ഇതൊക്കെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജാതികളെയൊക്കെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്.
ഇപ്പോൾ അത് കെട്ടിയിട്ട് ഉപ്പിൻ്റെ അംശമൊക്കെ ഇപ്പോൾ നിന്നിട്ടുണ്ട്. എങ്കിൽ പോലും കിണറിൽ കയറിയേക്കണ ഉപ്പ് പോയിട്ടില്ല. കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കിണറുകൾ ഉപയോഗശൂന്യമായതിനാൽ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ്. കണക്കൻകടവിലെ കൊഴുത്തുരുത്തിലെ ചാലിലൂടെയും പുഴയിൽ ഉപ്പുവെള്ളം എത്തിയിട്ടുണ്ട്. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിലായി. ആർത്താറ്റ് സ്വദേശി ഒല്ലേക്കാട്ട് വീട്ടിൽ അദീപിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊതുമുതൽ നശിപ്പിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മുടിക്കോട് കാർ യാത്രക്കാരിൽ നിന്ന് 588 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ റവിൻസ്, അക്ഷയ്, സജു എന്നിവരെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. നിരവധി തവണ ഇവർ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പിടിയിലാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. 266 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്രസന്നിധിയിൽ നടന്നത്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് തിരക്ക് വർദ്ധിച്ചത്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. താലികെട്ടിനായി 5 മണ്ഡപങ്ങളാണ് സജ്ജമാക്കിയത്. ഭക്തരെ ഒരു ദിശയിലേക്ക് മാത്രം കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിച്ചു. തെക്കേനടയിൽ പട്ടർകുളത്തിനും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനും ഇടയിലായി 2 കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിനകത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല. ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷാ അകമ്പടിയിലാണ് ക്ഷേത്രത്തിലെത്തിയത്. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ചതിനു ശേഷം അദ്ദേഹം മടങ്ങി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. നവീകരണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനിടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. 100 കണക്കിന് വീടുകളിൽ കുടിവെള്ളം മുടങ്ങി. ആമ്പല്ലൂർ, വെണ്ടൂർ, ചുങ്കം ഭാഗത്ത് 8 പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ആമ്പല്ലൂർ പുളിഞ്ചോട് ഭാഗത്ത് റോഡ് പണി നടക്കുന്നിടത്താണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ പുതുക്കാട് പമ്പ് ഹൌസിൽ നിന്ന് തുറവ് ശുചീകരണ പ്ലാന്റിൽ എത്തിച്ച് വിതരണം ചെയ്യുന്ന വെള്ളമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവിടെ കുടിവെള്ളം എത്തിയിരുന്നത്. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ വേലപ്പൂരം ആഘോഷിച്ചു. 14 ദേശീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ നിറഞ്ഞാടി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം അകമ്പടിയായി.
കഥാകാരി EP സുഷമയുടെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിസൂക്ഷ്മമായ സാമൂഹ്യ നിരീക്ഷണമാണ് EP സുഷമയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ പ്രൊഫസർ P. സരസ്വതി, KV സുമംഗല, ശ്രീലത എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറൂന പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികനായി, ഫാദർ ജോമൻ മുരിങ്ങത്തേരി, ഫാദർ ബെന്നി ചിറ്റിലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി. വികാരി ഫാദർ ജോഷി ആളൂർ, കൈക്കാരന്മാരായ KA ബേബി, ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ കൺവീനർ MK ജോൺസൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സെല്ലുലോയിഡ് എക്സ്പോ സംഘടിപ്പിച്ചു. ജനകീയ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, എക്സ്പോ കൺവീനർ ജെയ്സൺ അറക്കൽ, KC അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 1976 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. VR വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബാച്ചിലെ അംഗം നിമ്മി ശശിയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. KK ശ്യാമ, ഉമാദേവി PS എന്നിവർ നേതൃത്വം നൽകി. ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പൂന്തോട്ടം നവീകരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. പൂന്തോട്ടവും പരിസരവും വൃത്തിയാക്കുന്ന സന്നദ്ധ പ്രവർത്തനം 2 ഞായറാഴ്ചകളിലായി പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അഷ്ടപതി തിയേറ്റേഴ്സ് പ്രസിഡന്റ് MK സഹീർ പറഞ്ഞു. ഗാർഡൻ അതിമനോഹരമാക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കാമെന്നും ഈ കാണുന്ന ഗാർഡനിലെ എല്ലാ വേസ്റ്റുകളും മാറ്റി നല്ല രീതിയിൽ ചെടിച്ചട്ടികളും മറ്റ് കളി ഉപകരണങ്ങളൊക്കെ ഭംഗിയായി പെയിൻറ് ചെയ്തുകൊണ്ട് ഇത് അതിമനോഹരമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 7 മണി മുതൽ അഷ്ടപതിയുടെ പ്രവർത്തകർ ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ്. ഈ പ്രവൃത്തി മറ്റുള്ള സംഘടനകൾ ഏറ്റെടുത്ത് ഓരോ പ്രവൃത്തികളും ഏറ്റെടുത്താൽ നമ്മുടെ താലൂക്ക് ആശുപത്രി മനോഹരമാക്കാൻ കഴിയും. ആ പ്രവൃത്തി എല്ലാ സന്നദ്ധ സംഘടനകളും ഏറ്റെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ്, സെക്രട്ടറി PM മനേഷ്, വൈസ് പ്രസിഡന്റ് KS സുനിൽ, ജോയിന്റ് സെക്രട്ടറി സജീവ് തുടങ്ങിയവർ ശ്രമദാനത്തിന് നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TA ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. ജൂലി വിൻസെന്റ്, AS മണി, PV ദശരഥൻ, റിറ്റി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സംഘടനാ അംഗങ്ങളെ ആദരിച്ചു. അതിനെ കുറിച്ച് ഞാൻ പിന്നെ
കളമശ്ശേരിയിൽ ബൈക്ക് അപകടത്തിൽ വരന്തരപ്പള്ളി ആറ്റപ്പള്ളി സ്വദേശിയായ യുവാവ് മരിച്ചു. ആറ്റപ്പള്ളി കീഴ്മല വീട്ടിൽ മണികണ്ഠന്റെ മകൻ 24 വയസ്സുള്ള അതുലാണ് മരിച്ചത്. സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോകുന്നതിനിടയിലായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അതുലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു. യുവകലാസാഹിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂർ ജോയിന്റ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. യുവകലാസാഹിതി രക്ഷാധികാരി EM സതീശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജവഹർലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PV പൗലോസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സ്വാമി വിശ്വഭദ്രാനന്ദ, ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം, ട്രഷറർ ഡോക്ടർ CK രത്നകുമാരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപിന് മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം ട്രഷറർ ഇസ്ഹാഖ് മണത്തല അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ കായിക വികസനത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ മേളയുടെ താൽക്കാലിക ഗാലറിയുടെ കാൽനാട്ടുകർമ്മം നടന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻഡി ഷിജു, ടൂർണമെന്റ് കോർഡിനേറ്റർ KP രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂരിൽ നടന്നു. പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P. ലില്ലീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംഘം ജില്ലാ പ്രസിഡന്റ് TS ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുലേഖ ജമാലു, ശാലിനി രാമകൃഷ്ണൻ, NB മോഹനൻ, ജില്ലാ സെക്രട്ടറി MK ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബ് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MK അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ ഷാജി, എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സനൽ കുന്നത്തുള്ളി, പാവറട്ടി പഞ്ചായത്ത് അംഗം ബിന്ദു സാംസൺ, എളവള്ളി പഞ്ചായത്ത് അംഗം ഫാൻസി സുബിരാജ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ജീവകാരുണ്യ സംഘടനയായ ജെന്റിൽമെൻസ് ക്ലബിന്റെ പ്രതിമാസ ചികിത്സാ സഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന വൃദ്ധ ദമ്പതികൾ ദുരിതത്തിൽ. അരിക്കര വീട്ടിൽ പ്രേമനും ഭാര്യ രാധയുമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ബ്രഹ്മകുളത്ത് കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ച ചുമരില്ലാത്ത ഓല കൊണ്ടും ടാർപ്പായ കൊണ്ടും മറച്ച കൂരയിലാണ് ഈ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നത്. ഗുരുവായൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന പ്രേമനും ഹോട്ടലിൽ പാത്രം കഴുകൽ ജോലി ചെയ്യുന്ന രാധയ്ക്കും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. രോഗികളായ ഇവരുടെ ചികിത്സയ്ക്ക് തന്നെ ഓരോ മാസവും വലിയൊരു തുക കണ്ടെത്തേണ്ടതുണ്ട്. ഉദാരമതികളായ നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വീടിനും ശുചിമുറിക്കും പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വയോധികരായ ഇവർക്ക് വീടിനോട് ചേർന്ന് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ പോലും ആവശ്യമായ സൗകര്യങ്ങളില്ല.
വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്നുള്ള ഇഴജന്തുക്കളുടെ ശല്യം മൂലം രാത്രി സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. പഞ്ചായത്തിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഉപകാരം എന്ന് പറയുന്ന സാധനം ഉണ്ടായില്ല. അവര് വരും, എന്തിനു വരും, വോട്ടിന് വരും. അവര് ഞങ്ങൾക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾക്കൊരു 10 ഉറുപ്പിക കാശ്, ഒരു കക്കൂസ വരെ പണിയുള്ള കാശ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ ഇളവള്ളി പഞ്ചായത്തിലുണ്ട് അങ്ങനെ ഒരു ചട്ടപ്പര. അവരേതായ ആൾക്കാർക്ക് അവർ കൊടുക്കുക. എനിക്ക് ഒരു 10-15,000 ഉറുപ്പിക വേണം ഒരു മാസത്തിൽ ഗുളിക മേടിക്കാൻ. ഞങ്ങൾക്ക് ആരുമില്ല. എന്ത് ചെയ്യും ഞങ്ങള്? എന്താ ഞാൻ ചെയ്യേ? സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു വീട് ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ആവശ്യം. TCV പാവർട്ടി. കയ്പമംഗലം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പദ്ധതിക്കായി E.T. ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പുസ്തക വിതരണം നടത്തി. എഴുത്തുകാരി ദീപ നിശാന്ത്, അക്ഷര കേരളി കോർഡിനേറ്റർ TS സജീവൻ, ശ്രീനിവാസൻ ഐനിപ്പുള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സീലിയ അഗസ്റ്റിന്റെ 3ാം ചരമവാർഷിക ദിനാചരണവും വായനശാല അംഗങ്ങളായ ജനപ്രതിനിധികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS ജയൻ അധ്യക്ഷത വഹിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, PN ദേവി പ്രസാദ്, R. പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ് ഉദ്ഘാടനം ചെയ്തു. KSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് പൗർണമി വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PC സിംല, ഉപജില്ലാ സെക്രട്ടറി M. അഖിലേഷ് എന്നിവർ സംസാരിച്ചു. കനകമല കലയിടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വിഷ്ണു വിജയ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് മോഹനൻ കൊണ്ടോളി, സെക്രട്ടറി നാരായണൻ തയ്യിൽ, വൈസ് പ്രസിഡന്റ് ജയൻ പണ്ടാരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-ാം തീയതിയാണ് ശിവരാത്രി മഹോത്സവം. ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷഹർബാൻ സക്കറിയ, പ്രസന്നൻ തറയിൽ, AV ജോസഫ് എന്നിവർ സംസാരിച്ചു. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അശ്വിനി നഴ്സിംഗ് കോളേജിലെ 17ാം ബാച്ച് BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ദീപോജ്വലന ചടങ്ങ് നടന്നു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് അഫയേഴ്സ് വിഭാഗം ഡീൻ ഡോക്ടർ R. ആഷിഖ് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ലഫ്റ്റനന്റ് കേണൽ KO റോസി, നഴ്സിംഗ് സൂപ്രണ്ട് LD ഉഷാറാണി, ഡയറക്ടർ AC പ്രേമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുകുന്ദരാജ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദരാജ സാംസ്കാരിക അക്കാദമി രക്ഷാധികാരി K. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം K. ഹരികുമാർ, മണക്കുളം മീര നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EK മാധവൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം കാർമൻ S. മാത്യു, PTA പ്രസിഡന്റ് ആൻസി സിജോ, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ബൈജു, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ചാലിശ്ശേരി SCUP സ്കൂളിൽ ഗുരുവന്ദനം സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 115ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. പ്രസാദ്, PTA പ്രസിഡന്റ് PA റഹിയാനത്ത്, പ്രധാന അധ്യാപകൻ K. മുഹമ്മദ് സൽമാൻ, സ്റ്റാഫ് സെക്രട്ടറി VK വിനി തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിൽ 98ാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ ക്യൂസ് ഗ്രാൻഡ് ഫിനാലെയും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് PS റഫീഖ് മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉപഹാര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TL ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗം ബിന്ദു ജയൻ, സ്കൂൾ മാനേജർ PS വത്സൻ, പ്രധാന അധ്യാപിക CT സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീവിലാസ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷയായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, പ്രധാന അധ്യാപകൻ KS സനീഷ്, വാർഡംഗം KV പവിത്രൻ, AUPS പ്രധാന അധ്യാപിക ഡോളി തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം എടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശീതകാല പച്ചക്കറി വിളവെടുത്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. KP പത്മജ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. രാജേഷ് അറക്കപ്പറമ്പിൽ, ഭാഗ്യലക്ഷ്മി ലിഷിൻ, നവമി പ്രസാദ്, സുബി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷം കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് അംഗം രേഷ്മ PR, സീനിയർ അധ്യാപിക പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനകുളത്ത് നടന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹമീദ് കോക്കൂർ അധ്യക്ഷത വഹിച്ചു. AC ഗീവർ ചാലിശ്ശേരി, പ്രേമദാസ് പിടാവനൂർ, B. സെയ്ദ് ഷാഫി ചങ്ങനകുളം, ശ്രീജിത്ത് എരുവപ്ര തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശീയപാതയിലെ മണ്ണുത്തി മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ചാക്കാട്ടിക്കുന്നിലെ കിണറുകളിലെ വെള്ളത്തിൽ ഉപ്പിന്റെ സാന്നിധ്യം. കണക്കൻകടവിൽ നിന്ന് പമ്പ് ചെയ്ത വെള്ളത്തിലാണ് ഉപ്പിന്റെ അംശം. ചീരക്കുളം വേലിയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടി. ആർത്തറ്റ് സ്വദേശി അദീപിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുടിക്കോട് കാർ യാത്രക്കാരിൽ നിന്ന് 588 ഗ്രാം MDMA പിടികൂടി. കുന്നംകുളം സ്വദേശികളായ റെവിൻസ്, അക്ഷയ്, സജു എന്നിവർ അറസ്റ്റിൽ. പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് ബാംഗ്ലൂരുവിൽ നിന്ന്.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.